ദിവസം മുന്നേ ഒരു ലെറ്റർ വന്നു HMRC നിന്ന്. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ലെറ്റർ ഓപ്പൺ ചെയ്യുന്നത്. കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ UK നമ്മൾ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന ഇതാണ്. അപ്പോൾ അത് ഏതായാലും പേടിച്ചിട്ടായിരുന്നു സംഭവം തുറന്നത്. പക്ഷേ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും ഒരു ഗുഡ് ന്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്നെ തന്നെ സന്തോഷിപ്പിച്ച ഒരു സംഭവമാണ്. കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് HMRC നിന്ന്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് എംപ്ലോയറിൻ്റെ ഇടയ്ക്ക് ജോലി ചെയ്തപ്പോഴത്തേക്കും നമ്മൾ അധികം ടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇവർ പുതിയതായിട്ട് എന്തോ ടാക്സ് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ബെനിഫിറ്റ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് വന്നേക്കുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 215 പൗണ്ട് അവർ ഇങ്ങോട്ട് തരാൻ വേണ്ടി ഉണ്ടെന്നാണ് ഈ ലെറ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചെക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ചെക്കിൻ്റെ ഓപ്ഷനാണ് എടുത്തത്. കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം നാഷണൽ എക്സ്പ്രസ് നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ചെക്കാണ് എനിക്ക് കുറച്ചുകൂടെ ഞാൻ പ്രിഫറബിളായിട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ മീൻസ് ലൈക്ക് ട്രാൻസാക്ഷനിൽ കുറച്ചുകൂടെ ഇത് കാണിക്കുന്ന കാരണം. അപ്പോൾ ഞാൻ ഏതായാലും ചെക്കാണ് ചെയ്തേക്കുന്നത്. എനിക്ക് വന്ന എമൗണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 215 ആണ്. അപ്പം നിങ്ങൾക്കും ഇത് വന്ന് കാണും. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ